ഹലോ ഗൈസ്, ഞാൻ അക്കു ടെക്സ് ആൻഡ് ഇലക്ട്രോണിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു ട്യൂബ് റിപ്പയർ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. പിന്നെ ഗൈസ്, ഇവിടെ ആണെങ്കിൽ ഈ ട്യൂബ് നല്ലപോലെ പൊട്ടിയിരിക്കുകയാണ്. അത് കാരണം ഞാൻ ഈ ഒരു ട്യൂബിൻ്റെ ബോഡി നല്ലത് എടുത്ത് പിടിപ്പിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ഒക്കെ ചെയ്യണേ ഗൈസ്. കൂടെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷനിലും ആക്കണേ ഗൈസ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഗായ്സ്, ഇതാണ് പൊട്ടിയ പൊടി. അപ്പോൾ പറഞ്ഞതുപോലെ നല്ലപോലെ പൊട്ടിയതാണ്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഓപ്പൺ ചെയ്യാം. പിന്നെ ഗായ്സ്, നിങ്ങളുടെ ഈ മൾട്ടിമീറ്റർ വെച്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിവൈസസ് വെച്ചിട്ട് പുറത്തു വാ. ഈ എൽ ഇ ഡി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യില്ല. അപ്പോൾ ഗായ്സ്, ഈ എൽ ഇ ഡികളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ നല്ലത്. ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ചെക്ക് ചെയ്യുന്നില്ല ഗായ്സ്. അപ്പോൾ എന്നിട്ടിപ്പോൾ ബോർഡ് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇതുപോലത്തെ ബോർഡ് എടുക്കുമ്പോഴത്തേക്കിന് ബോർഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ ഈ ബോർഡ് കരിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് വയർ വിട്ടുപോയി. ഇതെല്ലാം തുരുമ്പടിച്ച് കരിഞ്ഞിട്ടല്ല, ഇത് കറണ്ട് കേടായ ബോർഡാണ് ഇത്. പിന്നെ ഇത് ഞാനിപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഫുള്ള് പുറത്തെടുക്കാം. ഫസ്റ്റ് എൽ ഇ ഡി ഇവിടെ വെക്കാം. പിന്നെ സോൾഡറിങ് വെച്ച് ഈ 2 പോയിന്റും ഡീസോൾഡർ ചെയ്യാം. പിന്നെ ഗായ്സ്, ഈ ബോർഡ് ഫുള്ളി കത്തിപ്പോയതാ, കണ്ടാൽ മനസ്സിലാവും. അപ്പം ഞാൻ ഇതെടുക്കാം, എന്നിട്ട് ഒറ്റ കയറിയാം. ഞാൻ ഈ ന്യൂ ബോർഡ് എടുത്തിട്ടുണ്ട്. ഇത് ന്യൂവാ, അതായത് ന്യൂവാണെന്ന് പറയുവാണെങ്കിൽ വീട്ടിൽ കിടന്ന് കിട്ടിയ ബോർഡാ, മേടിച്ചല്ലേ ഇത്. അപ്പം ഗായ്സ്, ഇത് ഇനിയും സോൾഡർ ചെയ്യണം. ഫസ്റ്റ് ഇതിന് പ്ലസും മൈനസും നോക്കിയേ നിങ്ങൾ ചെയ്യാവുള്ളൂ. എങ്ങനെ തിരിഞ്ഞു പോയാൽ തീർന്നു. സോൾഡറിങ് ഒരു കുഞ്ഞു കാര്യം, എല്ലാം പോയി. അത് കാരണം ഗായ്സ്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ തന്നെ എൽ ഇ ഡി ബൾബ് ശരിയാക്കുന്നതിൻ്റെ പാർട്ട് 1 ഇട്ടിട്ടുണ്ട്. പാർട്ട് 2 ഇറക്കാൻ ഇടാൻ പോവുക. പാർട്ട് 1 ഇട്ടിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ സ്ക്രീനിൻ്റെ അവിടെ കൊടുത്തേക്കാം. നിങ്ങൾ നേരിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് വെച്ച് ചാനലിൽ പോയി അവിടെ ക്ലിക്ക് ചെയ്ത് വെച്ച് കാണാൻ പറ്റും ഗായ്സ്. അപ്പം ഞാൻ ഇത് കണക്ട് ചെയ്ത് ഇനി ഇതിൻ്റെ ടെസ്റ്റിങ് ചെയ്ത് കാണിക്കാം. അതിന് മുന്നേ ഇത് ഇച്ചിരി ഭേദമായിട്ടല്ല സോൾഡർ ആയിരിക്കുന്നു, നല്ലതായിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ട്യൂബിൽ ഇതുപോലെ തന്നെയാണെങ്കിൽ വല്ല കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് വൃത്തിയാക്കി വെച്ച് ചെയ്യുക. അല്ലെങ്കിൽ അപ്പുറത്തെ പോയിന്റ് ഉണ്ടെങ്കിൽ, അപ്പുറത്ത് ഇതുപോലെ പോയിന്റ് ഉണ്ടെങ്കിൽ അതേൽ സോൾഡർ ചെയ്യുക. അപ്പോൾ ഗായ്സ്, ഞാൻ ഫസ്റ്റ് സോൾഡർ ചെയ്യാം, എന്നിട്ട് വീഡിയോ പ്ലേ ചെയ്യാം ഗായ്സ്. അപ്പം ഞാൻ ഇത് നല്ലതായിട്ട് ചെയ്ത് അപ്പുറത്ത് ഇതുപോലത്തെ പോയിന്റ് ഇല്ലായിരുന്നു. പക്ഷെ അതേ പ്ലസ് മൈനസ് വരുത്താത്തതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ തന്നെ ക്ലീൻ ചെയ്തു. നിങ്ങളുടെ ട്യൂബിൻ്റെ അപ്പുറത്ത് എഴുതിയിട്ടില്ലെങ്കിൽ ഇവിടെ തന്നെ ക്ലീൻ ചെയ്യുക. പക്ഷെ അല്ല, ക്ലീനായി നല്ലപോലെ ഇരിക്കുന്നെങ്കിൽ കുറച്ച് മെത്ത പോലെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. അത് വൃത്തിയുള്ള സോൾഡറിങ് ആണെങ്കിൽ അത് മര്യാദയ്ക്ക് വർക്ക് ആകത്തുള്ളൂ ഗായ്സ്. ഓക്കെ ഗായ്സ്, ഇനി ഇത് ഞാൻ പ്ലഗ് ജസ്റ്റ് ഒന്ന് കുത്താം, എന്നിട്ട് വീഡിയോ പ്ലേ ചെയ്യാം ഗായ്സ്. അപ്പോൾ ഇത് ഞാൻ ഇവിടുന്ന് പ്ലഗ് ഓൺ ചെയ്യാം. നല്ലതായിട്ട് കത്തുന്നുണ്ട്, പക്ഷെ അത്രയും ഭാഗം ഒന്നുകൊണ്ടകത്തെന്ന് പറഞ്ഞത് ഈ പാനലിൻ്റെ ചെറിയൊരു കുഴപ്പമാണ്. അവിടെ കുറച്ച്, അതായത് ഇന്ന് കിട്ടിയതല്ലേ, കുറച്ച് ദിവസം മുന്നേ കിട്ടിയ സാധനം ഗായ്സ്. ഇത് ചെറുതായിട്ട് കത്തണം, പക്ഷെ അത് ഈ എൽ ഇ ഡി പാനലിൻ്റെ കുഴപ്പമാണ്. എല്ലാം കൂടി ഇങ്ങനെ കാണാൻ ടൈമില്ല. അത് കാരണം ഇത് ഫിറ്റ് ചെയ്തേക്കാം. നിങ്ങളുടെ ട്യൂബിൻ്റെ കേസിൽ ഇങ്ങനെ ഇല്ലായിരിക്കും. പിന്നെ ഇത് കിട്ടിയ ദിവസം തൊട്ട് കുറച്ച് ദിവസം വീട്ടിൽ തന്നെ ഇരുന്നായിരുന്നു. അത് കാരണം വെള്ളം പുല്ല് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. ഫിക്സ് ചെയ്ത് പിന്നെ ഗായ്സ്, ഇത് സൂക്ഷിക്കണം. ഇതിങ്ങനെ പിടിക്കുമ്പോഴത്തേക്കിന് എന്താന്ന് പറഞ്ഞാൽ ഇത് കപ്പാസിറ്റർ എന്ന് പറയുന്ന കാര്യമുണ്ട്, അറിയായിരിക്കും കുറേ പേർക്ക്. ചാർജ് ആയിരിക്കും. ഫസ്റ്റ് ഇത് ഫിക്സ് ചെയ്യാം. പിന്നെ ഗായ്സ്, ഈ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇത് ഇതിലൂടെ കുത്തി ഇറക്കി എടുക്കാൻ വേണ്ടിയിട്ട്
ഗായ്സ്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഈ വയറെടുക്കാൻ കുറച്ച് ടൈം വേണ്ടി വരും. ബാക്കി നിങ്ങൾക്കാണെങ്കിൽ ഈ ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ട് ട്യൂബ് നന്നാക്കാൻ പറ്റും. പിന്നെ ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ വേറെ ട്യൂബിൻ്റെ ബോൾ നന്നാക്കുന്ന വീഡിയോ അല്ലെങ്കിൽ LED ബൾബിൻ്റെ വീഡിയോ നന്നാക്കുന്നതൊക്കെ ഇടുന്നുണ്ട് ഗായ്സ്. പിന്നെ LED ബൾബ് നന്നാക്കുന്ന ഇതിൻ്റെ അല്ല പകരം മറ്റേ നോർമൽ LED ബൾബ് നന്നാക്കുന്ന വീഡിയോ എൻ്റെ സ്ക്രീനിൽ ഇട്ടേക്കാം. ഓക്കെ ഗായ്സ്, ബൈ. ഗായ്സ് അപ്പം നമുക്ക് കത്തിക്കാം. ഗായ്സ് കത്തുന്നുണ്ട്. പിന്നെ ഇതിന്റെ സൈസ് കുറവാണേ ഉള്ളൂ. കുറച്ച് എല്ലിടിക്ക് ഇവിടെ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ബാക്കി കത്തിയിട്ടുണ്ട്. അതിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. അപ്പം ഇനിയും നെക്സ്റ്റ് വീഡിയോയിൽ ഇത് ശരിയാക്കാം. ഇനിയും പിന്നെ ബാക്കി കാര്യങ്ങളുടെ LED ബൾബിൻ്റെ ക്ലോക്കിൻ്റെ ടിപ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ എൻ്റെ സ്ക്രീനിൽ വീഡിയോ ഇട്ടേക്കാം. ഓക്കെ ഗായ്സ്, ബൈ.